അതുപോലെ തന്നെ ഒരുപാട് റബ്ബർ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അത് നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല റബ്ബർ മരങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിരപ്പായിട്ടുള്ള ഭൂമിയാണ്. സാധാരണ റബ്ബർ പറമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തട്ടുകളായിട്ടാണ്, പക്ഷേ ഇത് നിരന്ന ഭൂമിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ എടുത്തു പറയാവുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 4 ഏക്കറിൽ നിരന്ന് കിടക്കുന്ന ഈ തോട്ടത്തിൽ ഏകദേശം ഒരു 800ഓളം മരങ്ങൾ, നമുക്ക് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ. നല്ല വണ്ണത്തിലുള്ള റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ തോട്ടത്തിൽ മിക്കവാറും കാണാൻ പറ്റുന്നത് കേട്ടോ. തോട്ടത്തിൽ റബ്ബർ വെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞത്. ഈ മരങ്ങൾ വെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്ക് പാല് വെട്ടിയെടുക്കാനുണ്ട്. ഒരു ചിരട്ടയിൽ തന്നെ 1 ലിറ്ററോളം പാല് നമുക്ക് ഓരോ മരത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ചില ചിരട്ടകൾ 900ൻ്റെയും, ഇതൊക്കെ 1 ലിറ്ററിൻ്റെ ചിരട്ടയാണ് കേട്ടോ.